ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്നുള്ള ടൂർ ഓപ്പറേറ്റർ ഷെഫീഖ് കൂടി ചേരുകയാണ്. ഷെഫീഖ്, ഗുരുതരമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ആദ്യമായി തന്നെ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ സുരക്ഷിതമാണെന്ന് കരുതുകയാണ്. എന്താണ് നിലവിലെ ഒരു സ്ഥിതി, ഒന്ന് വിശദീകരിക്കാനാകുമോ? നിലവിൽ ഇപ്പൊ നമ്മളുള്ളത് ശ്രീനഗറിലാണ്. നമ്മൾ സേഫ് ആണ്. നമ്മൾ കൂടെ വന്ന ആളുകളും സേഫ് ആണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ. ഹലോ, ഉച്ചയോടുകൂടിയാണോ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായതായി അറിഞ്ഞത്? അതെ അതെ, നമ്മൾ കറക്റ്റ് 3:40 കൂടിയാണ്, 3:30 ശേഷമാണ് നമ്മൾ അറിയുന്നത്. കറക്റ്റ് സമയം 3:42 നമ്മൾ ഡ്രൈവറെ കോൾ നമുക്ക് വരുന്നത്. ഡ്രൈവർ വിളിച്ചപ്പോഴാണോ താങ്കൾ വിവരം അറിഞ്ഞത്? അതെ അതെ, കാരണം നെറ്റ്വർക്ക് ഇല്ലാത്ത ഏരിയയാണ് ആരുവാലി, ബത്താവാലി, ചന്ദൻവാരി. അതായത് പെഹൽഗാമിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. പെഹൽഗാമിലെ 4 മെയിൻ ഡെസ്റ്റിനേഷൻ ആണ് ആരുവാലി, ബത്താവാലി, ചന്ദൻവാരി. അപ്പൊ നമ്മളിന്ന് ആളുകളെ കൊണ്ടുവരുന്നത് ആരുവാലിയിലേക്കാണ്. സംഭവം നടന്നത് മിനി സ്വിറ്റ്സർലൻഡ് ബേസരൻവാരിയാണ് സംഭവം നടന്നത്. അപ്പൊ നമ്മള് പെഹൽഗാം ടൗണിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ താഴെ, സംഭവം നടക്കുന്ന 1/2 കിലോമീറ്റർ താഴെ നമ്മൾ താഴെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ 3:42 കൂടി നമ്മൾ അവിടുന്ന് പെട്ടെന്ന് നമ്മളെ വണ്ടിയിലെ ആളുകളെയും കൊണ്ട് നമ്മൾ അവിടുന്ന് എസ്കേപ്പ് ആയി. ഇത് ആക്രമണം നടന്ന കൃത്യമായ ഇടത്ത് താങ്കളുടെ കമ്പനി വഴി അല്ലെങ്കിൽ താങ്കളുടെ ഓഫീസ് വഴി പോയ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് താങ്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവർ സമീപ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെടിയുച്ച കേട്ടു എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ നടത്തിയിരുന്നു. അങ്ങനെയുള്ള എന്തെങ്കിലും വിവരങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ടോ? നമ്മളെ കൂടെ വന്ന ആളുകളില്ല, പക്ഷെ വേറെ മലയാളീസ് നമ്മളെ കൂടെ വന്ന ആളുകളെ നമ്മൾ വണ്ടിയിലേക്ക് കയറ്റി അയക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ ഓടിക്കതച്ച് അവിടുന്ന് വരുന്നുണ്ടായിരുന്നു. ചെറിയ കുട്ടികളും മക്കളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആകെ മേലാകെ ചെളി വീഴേണ്ട അവസ്ഥയായിരുന്നു. അവർ പറഞ്ഞത് തിരിച്ച് ഈ സൗണ്ട് കേട്ട ഉടനെ ഞങ്ങൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. പക്ഷെ ആ സമയത്ത് അവർ വീണു, കുതിരമെന്നൊക്കെ വീണിട്ട് ആകെ പരിക്കേറ്റിട്ടുണ്ട് ചെറിയ കുട്ടികളടക്കമുള്ള ആളുകൾ. ഈ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇക്കാര്യം വിശദീകരിച്ചവരുണ്ടല്ലോ, പ്രത്യേകിച്ച് മലയാളികൾ പോലും. അവർ ഈ ആക്രമണം നടത്തിയ ആളുകളെ കാണുകയോ മറ്റോ ചെയ്തിരുന്നോ? സൈനിക വേഷത്തിലാണ് അവർ എത്തിയത് എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള വിവരം ആരെങ്കിലും സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ല, അധിക നേരം ഒന്നും അവരോട് സംസാരിക്കാനുള്ള ഒരു സമയമല്ല. മാക്സിമം ഒരു മിനിറ്റിനുള്ളിലാണ് ഈ ഇവരുമായിട്ടുള്ള കോൺവെർസേഷൻ. കാരണം ഞങ്ങൾ വണ്ടി മെല്ലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരോട് പെട്ടെന്ന് ഞാൻ വണ്ടിന്റെ തലേന്ന് പുറത്തേക്ക് ഇട്ടിട്ട് അവരോട് സംസാരിക്കണം, പെട്ടെന്ന് ഇവിടെ സേഫ് ആയിക്കോളൂ എന്ന് പറഞ്ഞത്. കാരണം അവർ പരിചയമില്ലാത്ത ആളുകളാണ്. പിന്നെ അവരുടെ കയ്യിൽ വിളിക്കാൻ നെറ്റ്വർക്കോ കാര്യങ്ങളോ, കാരണം കാശ്മീരിൽ വരുന്ന സമയത്ത് നമുക്കിവിടെ പോസ്റ്റ് പെയ്ഡ് സിമ്മുകൾ നിർബന്ധമാണ്. അപ്പൊ ആ സമയത്ത് അവർക്ക് പോസ്റ്റ് പെയ്ഡ് സിം കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവർക്ക് ഡ്രൈവർ ഒന്നും എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഈ എല്ലാവരും ടൂർ ഓപ്പറേറ്റർമാർ വഴിയൊന്നും വന്നവരാകില്ലല്ലോ സ്വാഭാവികമായും, വിനോദസഞ്ചാരികളെ എത്തുന്നവർ. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ ഒക്കെ അടുത്ത ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. നിങ്ങൾ വഴി വന്നവർ ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ മറ്റുള്ളവർക്ക് വഴി വന്ന അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ചും മലയാളികളുടെ ഒക്കെ അവിടെ എത്തിയവരുടെ പറഞ്ഞു. അതെ അതെ, ബാക്കി കുറെ പേര് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനിപ്പോ ഓരോ ഹോട്ടലുകളിൽ നമ്മുടെ കൂടെ വന്ന ആളുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടുന്ന് പറയാൻ കഴിഞ്ഞു വേറെ കോളേജ് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ, അതായത് കണ്ണൂർ ഭാഗത്തു നിന്നുള്ള കോളേജിൽ നിന്ന് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അവരൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവിടുന്ന് സ്കൂട്ടായി എന്നാണ് പറയുന്നത്. ഈ കൊല്ലപ്പെട്ടവരുടെ എണ്ണമൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ വരുന്ന വാർത്തകൾ താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ തന്നെയാണോ അവിടെ ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അങ്ങനെ തന്നെയാണോ? അതെ, 3:42 ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യമായിട്ടൊരു വീഡിയോ ഇടുന്നത്. 3:42 ആ സമയം തന്നെ എനിക്ക് കിട്ടുന്ന വിവരം 40-ൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കിട്ടിയ വിവരം. പിന്നെ ഞാനത് 20-ൽ കൂടുതൽ എത്ര ഞാനെന്തോ ഒരു കൗണ്ട് പറഞ്ഞ സമയത്ത് എനിക്ക് പേടിയായി. പിന്നെ ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ കമന്റിൽ പോയിട്ട് അത് തിരുത്തി. പക്ഷെ ഇപ്പൊ മീഡിയ വഴി അറിയാൻ കഴിഞ്ഞ വിവരങ്ങള് 30-ൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ആ സമയത്തിന് എനിക്ക് ആ വിവരം അവിടുന്ന് ലോക്കൽ ഏജന്റുമാരുമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ടാക്സി ഡ്രൈവേഴ്സും അതുപോലെ തന്നെ പെഹൽഗാമിലെ ടൂറിസ്റ്റ് ടാക്സി പ്രസിഡന്റ് നമ്മളൊരു ഫ്രണ്ടാണ്. അവരുടെ വഴിയൊക്കെ നമുക്ക് ഈ വിവരങ്ങൾ കിട്ടാൻ കഴിയുന്നു. പിന്നെ ആ റൂമിൽ ഏകദേശം ഒരു 7 മണിയാകുമ്പോഴേക്കും നമ്മൾ റൂമിലെത്തി. 7:15 അവരെ നമ്മൾ തിരിച്ചു വിളിച്ച സമയത്ത് അവരെ കോണ്ടാക്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ അവിടുന്ന് ക്ലോസ് ചെയ്തിട്ട് പെട്ടെന്ന് അവരവരുടെ വീടുകളിലേക്ക് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഈ പരിക്കേറ്റ ആളുകളുടെയും എണ്ണം ഒരുപാടാണ്. അപ്പോൾ ഈ ആശുപത്രി സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ മേഖലയിൽ? അതൊക്കെ വളരെ മോശമായിട്ടുള്ള അപാകതകളുള്ള ഏരിയ ആണ്. കാരണം ശ്രീനഗർ എത്തല്ലാതെ വേറെ വകുപ്പുകളില്ല. ഈവൻ കശ്മീരിലെ ടൂറിസ്റ്റ് പ്ലേസുകളായിട്ടുള്ള ഗുൽമർഗ്, സോൻമർഗ്, പെഹൽഗാം, ദൂദ്പത്രി ഈ സ്ഥലങ്ങളിലെ മാരകമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഭീകരാക്രമണത്തിന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ പോലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ നമുക്ക് കാഷ്വാലിറ്റിയോ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. പ്രത്യേകിച്ച് പെഹൽഗാം പോലുള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഇതാണ് അവിടെ. ഷെഫീഖ്, ഇതൊക്കെ ടൂറിസ്റ്റുകൾ നിരന്തരം എത്തുന്ന മേഖലയാണല്ലോ. പ്രത്യേകിച്ചും പലയിടങ്ങളിൽ ഇപ്പോൾ അവധിയൊക്കെയാണ്. അപ്പോൾ ആളുകൾ കൂടുതലായി എത്തുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഏതെങ്കിലും നിലയിൽ അധികൃതർക്ക് ഉണ്ടാകുകയോ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടോ ആ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ?
ഇല്ലില്ല, ഇതുമായി ബന്ധപ്പെട്ടും നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ പെഹൽഗാമിലേക്ക് 2 വഴിയിൽ പോവാം. ഒന്ന് ഓൾഡ് വഴിയും ഒന്ന് ന്യൂ ടൗൺ വഴിയും പോവാം. നമ്മൾ ഓൾഡ് വഴിയാണ് പോയത്. ആ സമയത്തൊന്നും ടൂറിസ്റ്റുകൾ നിരന്തരം, കാരണം തുലിപ് സീസൺ കഴിഞ്ഞ ഏപ്രിൽ 26 കൂടി തുലിപ് സീസണോട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ടൂറിസ്റ്റുകളുടെ ഒരു കുത്തൊഴുക്ക് ഭയങ്കരമാണ്. അപ്പോ ആ സമയത്ത് ടൂറിസ്റ്റുകൾ എല്ലാ സ്ഥലങ്ങളിലും, ആപ്പിൾ വാലികളിലും അതുപോലെ ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള വേറെ അപ്ഡേറ്റ്സ് ഒന്നും കാണില്ല. കാരണം ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, ഈ ബൈസരൻ എന്ന് പറയുന്ന സ്ഥലത്താണോ പ്രോപ്പർ? അത് ആ സ്ഥലം നേരിട്ട് അറിയില്ല, അതിന്റെ പരിമിതികളുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ എത്തുകയും ആളുകളൊക്കെ ഇറങ്ങി സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണോ അത്? അതെ അതെ അതെ, ഒരു വാലിയാണ്, ഒരു കുന്നിൻ മുകളിലുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ അവിടേക്ക് ബൈസറൻ എന്നുള്ള ഏരിയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുതിര വഴി പോകണം, അതായത് ഹോഴ്സ് റൈഡ് എടുത്തിട്ട് പോകണം. അത് അത്യാവശ്യം ഫിസിക്കലി ഓക്കെ അല്ലാത്ത ആളുകളും നടന്നു കഴിഞ്ഞാലൊന്നും അങ്ങോട്ട് എത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നടന്നു കയറുന്ന ഒരു ചെറിയ ശതമാനം ആളുകളുണ്ട്. പക്ഷെ ഏറ്റവും ബെറ്റർ, ഫാർ ബെറ്റർ ഇപ്പൊ നിലവിൽ അവർക്ക് കൊണ്ടുപോയിരിക്കുന്ന ടൂറിസം മേഖല എന്നുള്ളത് ഹോഴ്സ് റൈഡ് എടുത്തിട്ട് തന്നെയാണ്. ഈ പൊതുവിൽ ഈ മേഖല എന്ന് പറയുന്നത് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ പ്രോപ്പറായി ഉള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെയൊക്കെ വിന്യസിച്ചിട്ടുള്ള സ്ഥലമാണോ, അതോ സാധാരണ പോലെ ആളുകൾ വരുന്ന സ്ഥലമാണോ? അതെ അതെ, സുരക്ഷാ സംഭവങ്ങളുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കശ്മീരിലെ എല്ലാ സ്ഥലങ്ങളും. പക്ഷെ നമ്മൾ ഹൈ റേഞ്ച് മുകളിലേക്ക് കയറും തോറും നമുക്ക്, കാരണം അവിടെ ഒന്നും അത്ര വലിയൊരു വിന്യാസമില്ലാത്ത ഏരിയകളാണ്. കാരണം ടൂറിസ്റ്റുകളുടെ ഏരിയ ആയതുകൊണ്ട് നാളെ ഇതുവരെ നമുക്ക് അത്തരത്തിലുള്ള ഒരു മോശമായിട്ടുള്ള അനുഭവങ്ങൾ കശ്മീരിന്, അതായത് ഈ അറ്റാക്കിങ് കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. തീർച്ചയായും അത് മനസ്സിലാക്കുന്നു ഷെഫീഖ്, അതുകൊണ്ടാണ് അത് എടുത്തു ചോദിച്ചത്. അപ്പോൾ ആ നിലയിൽ ഒരുപാട് സുരക്ഷാ ഉദ്യോഗസ്ഥരും സുരക്ഷാ വിന്യാസവും ഒന്നും ഇല്ലാത്ത മേഖലയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈനിക വേഷത്തിൽ ഭീകരർക്ക് അവിടേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ് നിലവിൽ ഇവരുടെ ഒരു ഓപ്പറേഷന്റെ ഒരു രീതി, ഒരു നില അങ്ങനെയായിരുന്നു എന്നുള്ളതാണ് കരുതുന്നത്. വളരെ നന്ദി ഷെഫീഖ് എന്തായാലും പ്രതികരിച്ചതിന്.